നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന പോലീസിന്റെ ഷീൽഡ് ഒക്കെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. പോലീസിന്റെ ഷീൽഡ് അടിച്ച് പൊട്ടിക്കുകയാണ്. അതേപോലെ അവർ കൊണ്ടുവന്ന ട്രാഫിക് പോലീസിന്റെ ഉപകരണങ്ങൾ മറ്റുമൊക്കെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പോലീസിന്റെ ഷീൽഡ് എല്ലാം തന്നെ തറയിൽ അടിച്ചു പൊട്ടിക്കുകയാണ് KSU പ്രവർത്തകർ. സമരത്തിന്റെ രീതി മാറ്റുന്ന രീതിയിലേക്കാണ് KSU പ്രവർത്തകർ ഇപ്പോൾ ഈ സമരമായിട്ട് പോകുന്നത്. തെരുവ് യുദ്ധത്തിലേക്ക് ഒരുപക്ഷെ കടക്കുമ്പോഴുള്ള കാര്യം സംശയമാണ്. കാരണം CCP അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ ഫോഴ്സിനെ ഇവിടെ എത്തിച്ചിട്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തന്നെയായിരിക്കും. ഇപ്പോ ടിയർ ഗ്യാസും മറ്റുമൊക്കെ പ്രയോഗിക്കുന്ന പോലീസുകാരടക്കം ഈ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തേക്ക് വരികയാണ്. സമരം വേറെ രീതിയിലേക്ക്, അതായത് തെരുവ് യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സംഘർഷം നമുക്ക് പ്രതീക്ഷിക്കാം. DCP തന്നെ ഈ സമരം നേരിടാൻ വേണ്ടി നേരിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നീക്കം നടക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ സംഘർഷത്തിലേക്ക്, അതായത് ബലം പ്രയോഗിച്ച് തന്നെ പ്രവർത്തകരെ നീക്കാൻ വേണ്ടി പോലീസ് കയ്യിൽ കിട്ടുന്ന പ്രവർത്തകരെ ആദ്യമേ തന്നെ വാഹനത്തിലേക്ക് മാറ്റി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കം തന്നെയാണ് പോലീസ് നടത്തുന്നത്. ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ട് പോവുകയാണ്. പ്രവർത്തകർ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. കിട്ടുന്ന പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കൂടുതൽ ഫോഴ്സിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ട്. പോലീസിന്റെ വാഹനങ്ങളും വാനും മറ്റുമൊക്കെ പോലീസിന്റെ ബസ്സുമൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഏത് സമയത്തും ബാക്കിയുള്ള പ്രവർത്തകരെ ഈ പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് എത്തിയ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്ന് നീക്കേണ്ടതുണ്ട്. കാരണം പോലീസ് തയ്യാറെടുത്തിരുന്നില്ല. ഈ നിയമസഭാ മാർച്ച് മാത്രമായിരുന്നു പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. അതിന് കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് നിന്നത്. നേരത്തെ തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും കൂടുതൽ പോലീസിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് എത്തിയത്. എന്തായാലും ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച KSU പ്രവർത്തകർക്ക് വീണ്ടും നടക്കുകയാണ്. അവർ വീണ്ടും സെക്രട്ടറിന്റെ അകത്തേക്ക് ചാടിക്കയറാനുള്ള ഒരു ശ്രമമാണ്. സെക്രട്ടറിന്റെ അകത്തേക്ക് ചാടിക്കയറാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറിന്റെ അകത്തേക്ക് ചാടിക്കയറാൻ വേണ്ടിയുള്ള ശ്രമമാണ്. സമര രീതി ഓരോ സമയത്തും മാറ്റിക്കൊണ്ട് പോലീസിനെ പരമാവധി പ്രതിരോധത്തിലാക്കുക എന്നുള്ള രീതിയിലേക്കാണ് KSUവിന്റെ സമരം. ഇനിയിപ്പോ നിയമസഭാ മാർച്ച് എന്ന് പറയാൻ കഴിയില്ല. നിയമസഭാ മാർച്ചിൽ നിന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നിന്ന് സെക്രട്ടേറിയറ്റിനകത്തേക്ക് ചാടിക്കയറാൻ വേണ്ടിയുള്ള സമരമേക്ക് മാറുന്നു. ഇതിന് നേതൃത്വം KSUവിന്റെ സംസ്ഥാന അധ്യക്ഷ അലോചിതേവ് തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ശക്തമായിട്ടുള്ള സമരം, നിയമസഭാ മാർച്ച് എന്ന് കരുതി മാത്രം തുടങ്ങിയ സമരം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എത്തി. അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കയറാനുള്ള സമരമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ പോലീസ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചാബ് പോലീസിനടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നേരത്തെ കുറച്ച് പ്രവർത്തകരെ ഈ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുന്നിലെത്തിയ കുറച്ച് പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ മാറ്റിയിരുന്നു. ഇപ്പോൾ പോലീസിന്റെ കൂടുതൽ വാഹനങ്ങൾ മറ്റുമൊക്കെ എത്തിച്ചുകൊണ്ട് മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്ന് മാറ്റി. കാരണം ഇതൊരു മുൻകൂട്ടി ഉണ്ടായിരുന്ന സമരമായിരുന്നില്ല. പ്രവർത്തകർക്ക് പോലീസിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. വാഹനം പോലീസുമായിട്ട് പോലീസിന്റെ ലാത്തിയും മറ്റുമൊക്കെ പിടിച്ചു വാങ്ങുന്ന കന്റോൺമെന്റ് ACP തന്നെ നേരിട്ട് ഈ ബസ് തടഞ്ഞ പ്രവർത്തകർ നേരെ നടപടിയെടുക്കുന്ന കാഴ്ചയാണ് നിലവിലിപ്പോൾ കാണാൻ കഴിയുന്നത്. വനിതാ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഈ സെക്രട്ടറിന്റെ മുന്നിൽ സമരം നിർത്തിയവരെല്ലാവരെയും തന്നെ ഈ ബലപ്രയോഗത്തിലൂടെ പോലീസ് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്. ഇതിനിടയിലാണ് ഒരു പ്രവർത്തകൻ ഈ KSRTC ബസ് തടയാൻ ശ്രമിച്ചതും ആ ബസ്സിലേക്ക് അടിച്ചതും കന്റോൺമെന്റ് ACP തന്നെ നേരിട്ടിറങ്ങി ആ പ്രവർത്തകരെ മാറ്റിയതും ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാരൻ ലാത്തി അടക്കം എടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എന്തായാലും ശക്തമായ ബലപ്രയോഗത്തിലൂടെ മുഴുവൻ പ്രവർത്തകരെ നീക്കാൻ തന്നെ കൂടുതൽ സേന ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരു ദയാദാക്ഷ്യമില്ലാതെ തന്നെ ഇനി നടപടിയിലേക്ക് കടക്കാനാണ് പോലീസ് നിൽക്കുന്നത്. പോലീസ് വനിതാ പ്രവർത്തകരെ അടക്കം ബലപ്രയോഗത്തിലൂടെ നീക്കാൻ തന്നെയാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വനിതാ പ്രവർത്തകരെ അടക്കം എല്ലാവരും ഇവിടെ നിന്ന് നീക്കാൻ തന്നെയാണ് കൂടുതൽ പ്രവർത്തകരെയും ഫോഴ്സിനെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്.